കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ് കൂടി ചേരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ് നിഖിൽ. വടക്കൻ കേരളത്തിൽ എന്തൊക്കെ വാർത്തകൾ, എന്തൊക്കെ പുതിയ വിവരങ്ങൾ നിഖിൽ? വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്. വടക്കൻ കേരളത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ കൊടുവള്ളിയിലെ വോട്ട്, UDFന്റെ വോട്ട് വ്യാപകമായി വെട്ടിമാറ്റി എന്ന പരാതിയിന്മേലുള്ള നടപടികളുമൊക്കെയായിരുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തിൽക്കെ സ്വാഭാവികമായിട്ടും അതിന് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ മാനം കൂടിയുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ പുതിയ നഗരസഭാ സെക്രട്ടറി ഇന്ന് ചുമതലയേൽക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി സെക്രട്ടറി VP ഉണ്ണികൃഷ്ണനാണ് പുതിയ സെക്രട്ടറി. കഴിഞ്ഞ ദിവസം നിയമിച്ച അനിൽകുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചതോടുകൂടിയാണ് പുതിയ നിയമനം ഉണ്ടായത്. വോട്ടർ പട്ടിക ക്രമക്കേടിനെ തുടർന്ന് മുൻ സെക്രട്ടറി VS മനോജിനെ നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. ഇദ്ദേഹത്തിന് പല രേഖകളും UDF അടക്കം ആവശ്യപ്പെട്ട പല രേഖകളും ഹാജരാക്കാൻ കഴിയാതെ വരികയും തുടർന്ന് ഇലക്ഷൻ കമ്മീഷൻ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയുമായിരുന്നു. വോട്ട് മാറ്റിയതുമായി ബന്ധപ്പെട്ട രേഖകളോ നോട്ടീസോ നഗരസഭയിൽ ഇല്ലെന്ന അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ ഉത്തരവാണ്. അതായത് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ ഈ തുറന്നു പറച്ചിലാണ് ഇത് വലിയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാക്കിയത്. എന്തായാലും ഇതിന്മേൽ ഇനിയും ഇന്ന് തുടർ വാർത്തകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പുതിയ സെക്രട്ടറി ഇന്ന് ചുമതലയേൽക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കോഴിക്കോട് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇന്ന് ജില്ലയിലുണ്ട്. ഇതിൽ കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും യുവജനകാര്യ കായിക മന്ത്രാലയവും മേര യുവ ഭാരതും സംഘടിപ്പിക്കുന്ന പട്ടിക യുവജന വിനിമയ പരിപാടിയിൽ ഇന്ന് അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. പിന്നോക്ക മേഖലകളിലെ ഗോത്രവർഗ യുവജനങ്ങൾക്ക് ഉള്ള അവരുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു സ്കൂളിലും അദ്ദേഹം ഇന്ന് എത്തുന്നുണ്ട്. നടക്കാവ് സ്കൂളിൽ 4 മണിക്ക് അദ്ദേഹം എത്തുന്നുണ്ട്. കുട്ടികളുമായി അദ്ദേഹം ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഗവർണറുടെ സാന്നിധ്യവും ഇന്ന് ജില്ലയിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിവിധ രാഷ്ട്രീയ വിഷയങ്ങളിലടക്കം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.